ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് സ്പോട്ടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹരിതഭൂമി എന്ന പാഠത്തിലെ സസ്യങ്ങളെ തരംതിരിക്കാം എന്ന പ്രവർത്തനമാണ്. സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. കൂട്ടുകാരെ, ഞാൻ ചീര, എന്നെയും എന്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ: തണ്ട് മൃദുവാണ്, കുറച്ചുകാലം മാത്രം നിലനിൽക്കുന്നു, ചെറിയ സസ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നു, ആഴത്തിൽ വേരോട്ടമില്ല. കുട്ടികളെ, ഈ ചിത്രത്തിൽ കാണുന്ന സസ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് മഷിത്തണ്ട് ചെടി. ഇതൊരു ഔഷധിയാണ്. എന്താണ് കുട്ടികളെ ഔഷധികൾ എന്ന് പറഞ്ഞാൽ? വളരെ ദുർബലവും നേർത്തതുമായ തണ്ടുകളോട് കൂടിയ സസ്യങ്ങളാണ് ഔഷധികൾ. വളരെ ചെറിയ സസ്യങ്ങളാണിവ. ഔഷധികളിൽ ചിലവയുടെ തണ്ട് മാംസളമായിരിക്കും. വളരെ കുറച്ചുകാലം ആയുസ്സുള്ള സസ്യങ്ങളാണിവ. പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ കൂടുതലും ഇത്തരമാണ്. തുമ്പ, ചീര, മഷിത്തണ്ട്, നെല്ല്, ഗോതമ്പ് തുടങ്ങിയ സസ്യങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്നവയാണ്. അടുത്തതായി മാവാണ്. വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളാണ് മരങ്ങൾ. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. ഞങ്ങളുടെ പ്രത്യേകതകൾ: വളരെ കാഠിന്യമുള്ള തണ്ടുകളുണ്ട്, വളരെ ഉയരത്തിൽ വളരുന്നു, ആഴത്തിൽ വേരോട്ടമുള്ളവയാണ്, ദീർഘകാലം നിലനിൽക്കുന്നവയാണ്. അടുത്തതായി ചെമ്പരത്തി പറയുന്നത് കേൾക്കൂ. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണേ. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. കട്ടിയുള്ള തണ്ട്, ഇടത്തരം വലിപ്പമുള്ള സസ്യമാണ്, ഉയരത്തിൽ വളരുന്നു, ദീർഘകാലം ജീവിക്കുന്നവയുമാണ്. ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? പട്ടിക പൂർത്തിയാക്കൂ. കുട്ടികളെ, സസ്യങ്ങളെ ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഔഷധികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ചീര, നെല്ല്, തുമ്പ, മുക്കുറ്റി, മഷിത്തണ്ട്, വാഴ, ഗോതമ്പ്. കുറ്റിച്ചെടികളോ? ചെമ്പരത്തി, തെച്ചി, റോസ്, കാപ്പി, തേയില, തുളസി, കൃഷ്ണകിരീടം, ചെത്തി. ഇനി മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? മരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതൊക്കെ മരങ്ങളാണുള്ളത്? മാവ്, പുളി, ഞാവൽ, തേക്ക്, പ്ലാവ്, കാഞ്ഞിരം, മഹാഗണി, ആൽ. കുട്ടികളെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും ഔഷധികളെയും കുറ്റിച്ചെടികളെയും മരങ്ങളെയും മനസ്സിലായല്ലോ. ഇനി കൂടുതൽ നിങ്ങളെ പരിസരത്തും അന്വേഷിച്ചറിഞ്ഞ് നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അടുത്തതായി ചേർത്ത് വരയ്ക്കാം എന്ന പ്രവർത്തനമാണ്. സസ്യങ്ങളെ ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന വിധം സസ്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുക. കുട്ടികളെ, നിങ്ങൾ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? തെങ്ങ്, റോസ്, ചീര, മുക്കുറ്റി, തെച്ചി, ആൽ, നെല്ല്. ഇതിൽ നിന്നും നിങ്ങൾ കുറ്റിച്ചെടികളെയും ഔഷധികളെയും മരങ്ങളെയും കണ്ടെത്തി അവയ്ക്കു നേരെ ചേർത്ത് വരയ്ക്കണം. കുട്ടികളെ, നമ്മുടെ പരിസര പഠനത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ കുറ്റിച്ചെടികൾ, ഔഷധികൾ, മരങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കാൻ പഠിച്ചു. ഇവയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.